ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സയൻറ്റിയ. ഇന്ന് നമ്മളുടെ HSC ഇംഗ്ലീഷ് സിലബസിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അതിൽ പാർട്ട് ബിയിലെ പോയം രണ്ടാമത്തെയാണ്. വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് റിട്ടൺ ബൈ ജോൺ ഡൺ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവിതയാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ജോൺ ഡണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് ബോൺ ഇൻ ദി ഇയർ 1572 ആൻഡ് ഡൈഡ് ഇൻ ദി ഇയർ 1631. ഹി ഈസ് ഓൾസോ നോൺ ആസ് മൊണാർക്ക് ഓഫ് വിറ്റ് എന്നും ജോൺ ഡൺ അറിയപ്പെടും. അതുപോലെ തന്നെ മെറ്റാഫിസിക്കൽ പോയറ്റ്സിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആളാണ് ജോൺ ഡൺ. മെറ്റാഫിസിക്കൽ പോയറ്റ്സിൽ വേറെയും ആളുകളുണ്ട്. ജോർജ് ഹെർബർട്ട്, ആൻഡ്രൂ മാർവൽ, പിന്നെ അബ്രഹാം കോളി, റിച്ചാർഡ് ക്രോഷോ, ദെൻ ഹെൻറി വോഗൻ. ഇവർ ഇത്രയും പേരാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർ. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബിയോണ്ട് ഫിസിക്കലാണ്. അതായത് ഫിസിക്കൽ ഫീച്ചേഴ്സിനും ഉപരിയായിട്ടാണ് ഇവരുടെ എല്ലാ വർക്ക്സുകളും കാണാൻ സാധിക്കുക. പേഴ്സോണിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ ഇമാജിനറി, മെറ്റഫേഴ്സ്, പാരഡോക്സ്, ഇതൊക്കെ ഇവരുടെ ഓരോ വർക്ക്സിൻ്റെയും ഫീച്ചേഴ്സായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഫിസിക്കൽ ഫീച്ചേഴ്സിനും ബിയോണ്ടായിട്ട് മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ഫീച്ചേഴ്സിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്. ഇത് ഞാനൊന്ന് റിസൈറ്റ് ചെയ്യാം, എല്ലാവരും ശ്രദ്ധിക്കാം. As virtuous men pass mildly away and whisper to their souls to go, while some of their sad friends do say, the breath goes now and some say no. So let us melt and make no noise, nor tear floods, nor sigh tempest move, to a profanation of our joys, to tell the laity our love. Move of the earth brings harms and fears, men reckon what it did and meant, but trepidation of the spears, though greater far, is innocent. Dull, sublunary lovers love, whose solace sense cannot admit, absence because it doth remove those things which elemented it, but we by a love so much refine, that ourselves know not what it is, assured of the mind, careless eyes, lips, and hands to miss. Our two souls therefore, which are one, though I must go, enter not yet a breach, but an expansion like gold to every thinner speed. If they be two, they are two so, as Tifton compasses are two. Thy salt, the fixed food, makes no show to move, but doth if the other do, and though it in the center sit. Yet when the other far doth roam, it leans and hearkens after it, and grows erect as that comes home. Such will do be to me who must, like the other foot, obliquely run. Thy firmness make my circle just, and makes me end where I begun. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോയത്തിൻ്റെ ലിറിക്സ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ളൊരു സമ്മറി ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ ഷോർട്ട് സമ്മറി, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഷോർട്ട് സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോൺ ഡൺ ഒരു ഒക്കേഷന് പോവാണ്, ഒരു ഡിപ്ലോമാറ്റിക് ബിസിനസ്സിന് ഫ്രാൻസിലേക്ക് പോകുന്നതാണ്. അപ്പോൾ തൻ്റെ ഭാര്യയായ ആനിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഫിസിക്കൽ ലവിനേക്കാൾ ഉപരി മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് ഇത്. ഇതിൽ അദ്ദേഹം പറയാണ്, വെർച്വസ് മെൻ ഒരിക്കലും അവർ കരയില്ല. വെർച്വസ് മെൻ ആയിട്ടുള്ളവർ മരിക്കുമ്പോൾ അവർ കരയില്ല.
അപ്പോൾ ഞാനിവിടെ നല്ലവനാണ്, ഒരു വെർച്വസ് മാനാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നാളത്തെ ഒരു സെപ്പറേഷനല്ലേ ഉള്ളൂ. അപ്പോൾ നീ കരയരുത്, നീ കരഞ്ഞ് ഒരു വെള്ളപ്പൊക്കം ഒന്നും ഉണ്ടാക്കരുതെന്നൊക്കെ വളരെ തമാശ രീതിയിൽ ജോൺടൺ വൈഫിനോട് പറയാണ്. അതുപോലെ അവരുടെ ലവ് സ്വർഗീയമാണെന്ന് പറയാണ്. പിന്നെ ലവിനെ ഇവിടെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ലവ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായും ആ ഒരു സെപ്പറേഷൻ അവരെ സംബന്ധിച്ച് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്നതാണ്, വളരെ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ നമ്മളുടെ ലവ് എന്ന് പറയുന്നത് സ്പിരിച്വലാണ്. അതുകൊണ്ട് നമ്മളുടെ ശരീരം രണ്ട് ഭാഗത്തായാലും മനസ്സ് ഒരു സ്ഥലത്ത് തന്നെയായിരിക്കുമെന്ന് കവി ഭാര്യയോട് പറയാണ്. അതുപോലെ അദ്ദേഹം ഒരുപാട് കമ്പയർ ചെയ്യുന്നുണ്ട്, ഈ ഒരു ലവിനെ കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഗോൾഡ് നമുക്കറിയാം എത്ര വലിച്ചു നീട്ടിയാലും അത് പൊട്ടില്ല. അതുപോലെയാണ് ഇവരുടെ ലവ് എന്ന് പറയുന്നത്. എത്ര അകലെയാണെങ്കിലും, അതായത് വലിച്ചു നീട്ടുന്നതനുസരിച്ച് ദൂരം കൂടും. അപ്പോൾ ഇവരെത്ര അകലെയാണെങ്കിലും അതിന് അത് അവരുടെ ആ ഒരു ബന്ധം അത് വളരെയധികം റിജിഡായിട്ട് തന്നെ നിൽക്കും. അത് പൊട്ടാതെ വളരെ ബോണ്ട്, അവരുടെ തമ്മിലുള്ള ആ ബോണ്ടിങ്ങിന് ഒരു കുഴപ്പവുമില്ലാതെ നിൽക്കുമെന്നാണ് ഇവിടെ കവി പറയുന്നത്. അതുപോലെ മറ്റ് പല കാര്യങ്ങളായിട്ടും കവി ഇതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഹി കമ്പയർഡ് ദെയർ ലവ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് സെലസ്റ്റിയൽ സ്പിയേഴ്സിനോട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോമ്പസിനോട് കമ്പയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അതിൽ നമുക്കറിയാം ഒരു കോമ്പസ് ആകുമ്പോൾ അതിൻ്റെ സെൻറ്റർ പാർട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലാണ് ഒരു സർക്കിൾ അത് കറക്റ്റ് റൗണ്ടായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഹിസ് വൈഫ് ഈസ് ലെഗ് ദാറ്റ് ഹോൾഡ് ഹിം സ്റ്റഡി ഫിക്സഡ് പോയിൻറ്റ് വൈൽ ഹി റോംസ്. അദ്ദേഹം തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് തന്നെ എത്തുമ്പോൾ ഭാര്യയായ താൻ വളരെയധികം സ്റ്റഡി ആയിട്ട് നിന്നാൽ മാത്രമാണ് തനിക്ക് തൻ്റെ യാത്ര നന്നായി പൂർത്തീകരിച്ച് തിരിച്ചെത്താനാവും. അപ്പോൾ തൻ്റെ ലവിനെ അവരുടെ ലവിനെ കോമ്പസായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മെയിനായിട്ട് ഫിസിക്കൽ ഫീച്ചേഴ്സിലും ഉപരിയായി മെൻറ്റൽ ലവിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന പോസ്റ്റ്മസ്ലി ആണ്. പോസ്റ്റ്മസ്ലി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡെത്ത് ആണ്. ഇൻ ഹിസ് കളക്ഷൻ സോങ്സ് ആൻഡ് സോണറ്റിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഇനി നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 25 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡൺ ഇസ് എ പോയറ്റ് ഇൻ വിച്ച് പീരീഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം അദ്ദേഹം എലിസബത്തൻ പീരീഡ്, 17th സെഞ്ച്വറി ആകുമ്പം എലിസബത്തൻ പീരീഡാണ്. അപ്പോൾ സോ ഹി ഈസ് എ പോയറ്റ് ഇൻ ദ എലിസബത്തൻ പീരീഡ്. ദെൻ ഹു കമൻറ്റഡ് ഡൺ ഫോർ നോട്ട് കീപ്പിംഗ് ഓഫ് ആക്സെൻറ്റ് ഡിസേർവ് ഹാങ്ങിങ് എന്ന് പറഞ്ഞത് ആരാണെന്നാണ്. സോ ദ ആൻസർ ഇസ് ബെൻ ജോൺസൺ ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ബെൻ ജോൺസൺ. Then move on to the third one. John Donne wrote the poem A Valediction Forbidden Morning for ആർക്ക് വേണ്ടി എഴുതിയത്? ടു ഹിസ് വൈഫ് അല്ലേ, അദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടിയാണ്. ദെൻ വാട്ട്സ് ദ നെയിം ഓഫ് ഹിസ് വൈഫ് എന്ന് ചോദിക്കുന്നുണ്ട്. ദ നെയിം ഓഫ് ഹിസ് വൈഫ് ഇസ് ആൻ ഡൺ അല്ലെങ്കിൽ ആൻ മോർ എന്നൊക്കെ പലതിലും കാണുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് വയ്ക്കുമ്പോൾ ആൻ ഡൺ. So the next question, the term metaphysical poet was coined by, very very important question. ഈ metaphysical poet എന്ന് പറഞ്ഞുള്ള ആ ഒരു ടേം കോയിൻ ചെയ്തത് ആരാണെന്നാണ്? സാമുവൽ ജോൺസൺ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദെൻ സിക്സ്ത് വൺ, ദ പോം വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് ഈസ് റിട്ടൺ ഓൺ ദ ഒക്കേഷൻ ഓഫ്, എവിടെയാണ് അദ്ദേഹം പോയപ്പോഴല്ലേ ട്രാവൽ ചെയ്ത്? സോ ദ പോയറ്റ് ട്രാവലിംഗ് എവേ ഫ്രം ഹിസ് വൈഫ്. ഇറ്റ്സ് വെരി ഈസി വൺ.
Then next, what sorts of men are said to pass mildly away in the poem? ഫസ്റ്റ് ലൈൻ തന്നെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പോയത്തിൽ പറഞ്ഞു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലൈൻസ് നമ്മൾ നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ലൈനിൽ തന്നെ പറഞ്ഞത് വെർച്വസ് മെൻ. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് മെൻ, വാട്ട് സോർട്സ് ഓഫ് മെൻ? വെർച്വസ്. ദ ആൻസർ ഇസ് വെർച്വസ്. അതിലെ ലാസ്റ്റ് ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതിലെ. അക്കോർഡിംഗ് ടു ദ സ്പീക്കർ, ലവേഴ്സ് ഹു കാൺട്ട് കോപ്പ് വിത്ത് ആബ്സെൻസ് ആർ, ഏതാണ്? സബ്ലനറി അല്ലേ? സബ്ലനറി ആണ്. ഹു കാൺ ഹുക്കോ സബ്ലനറി. ദെൻ 9th വൺ, ദ മൂവിങ് ഓഫ് ദ എർത്ത് റെഫേഴ്സ് ടു. ഇതിൽ മൂവിങ് ഓഫ് ദ എർത്ത് റെഫർ ചെയ്യുന്നത് എന്താണ്? എർത്ത് ക്വേക്സ് ആയിട്ടാണ് കേട്ടോ. ടിയർ ഫ്ലഡ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, പക്ഷേ അതല്ല. മൂവിങ് ഓഫ് ദ എർത്ത് ക്വേക്സിനെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ദ സ്പീക്കർ ആൻഡ് ദ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് സേസ് ഹി ഈസ് കോൺഫിഡൻറ്റ്. ഹി ഈസ് വെരി മച്ച് കോൺഫിഡൻറ്റ് ഇൻ ഹിസ് ലവ്. അതാണ് ആൻസർ. In Duns, a valediction forbidding mourning, separation between the lover is compared to. Separation between the lover is compared to. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് നോക്കണം. ഇവിടെ ഓപ്ഷൻസിൽ വരുമ്പോൾ ആൻസർ ഗോൾഡ് എക്സ്പാൻഡിങ് ആണ് കേട്ടോ. ഗോൾഡ് എക്സ്പാൻഡിങ് ആണ്. ദെൻ വാട്ട് ഡസ് ദ പോയറ്റ് കൺസിഡർ ആസ് എ പ്രൊഫനേഷൻ ഓഫ് ദിയർ ജോയ്സ്? എന്താണ്? ടു റിവീൽ ദിയർ ലവ് ടു ദ ലൈറ്റി. അതാണ് അത് ആൻസർ. ആ ഒരു പോയിന്റ് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ദെൻ നെക്സ്റ്റ് 13th വൺ, നോ ടിയർ ഫ്ലഡ്സ് നോ സൈ ടെമ്പസ് മൂവ്. ഹിയർ ടിയർ ഫ്ലഡ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. നമുക്കറിയാം ഇവിടെ എന്താണ് എക്സാമ്പിൾ, മോസ്റ്റ്ലി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്സാജറേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഹൈപ്പർബിളാണ്. Then next one, the poem Valediction Forbidding Mourning was first published in the collection. രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഇതിൽ സോങ്സ് ആൻഡ് സോണറ്റിലാണ് കേട്ടോ. In the poem A Valediction Forbidding Mourning, John Donne described Dash Donne and his wife. എന്താണ്? ബോത്ത് ഓഫ് ദിസ് അല്ലെ? ബോത്ത് ഓഫ് Donne and his wife. Then what were the subjects of John Donne's poetry? John Donne's പോയട്രിയുടെ മെയിൻ സബ്ജക്റ്റ് എന്താണ്? ഓൾ ഓഫ് ദ എബോവ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ലവ് ആൻഡ് സെക്ഷുവാലിറ്റി വരുന്നുണ്ട്, റിലീജിയൻ വരുന്നുണ്ട്, ഡെത്ത് വരുന്നുണ്ട്. അപ്പം ഓൾ ആർ കറക്റ്റ്. ദെൻ റൈം സ്കീം ഓഫ് ദിസ് പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 4 ലൈൻസ് വരുന്ന ഓരോ സ്റ്റാൻസ് ആണ്. അപ്പോൾ 9 സ്റ്റാൻസ് ഉണ്ട്. 40, 36 ലൈൻസ് ആണ് ഇതിൽ ടോട്ടൽ. സോ എ ബി ആണ് ഇതിൻ്റെ റൈം സ്കീം വരുന്നത്. ദെൻ ഹൗ മെനി സ്റ്റാൻസാസ് വരുന്നത്? 9 സ്റ്റാൻസ വിത്ത് ക്വാട്രെയിൻസ് ആണ്. ക്വാട്രെയിൻ എന്ന് പറഞ്ഞാൽ 4 ലൈൻസ്. Then the poet who is considered as the founder of metaphysical poetry and the master of metaphysical conceit. അത് തന്നെയാണ് the master of metaphysical conceit. ഞാൻ ആദ്യം പറഞ്ഞു ജോൺ ഡൺ ആണ്. ദെൻ 20th വൺ, മേജർ തീം ഓഫ് ദ പോം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലവ്, സെപ്പറേഷൻ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. മെയിനായിട്ട് ലവ്, സെപ്പറേഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. ദ ഫസ്റ്റ് ആൻസർ ബിഗിൻസ് വിത്ത് ആൻ ഇമേജ് ഓഫ് ഡെത്ത് ആണ്. അതാണ് വെർച്വസ് മെൻ പറയുമ്പോൾ തന്നെ അറിയാം. ഡെത്തിനെയാണ് ഫസ്റ്റ് ലൈൻ, അല്ല ഫസ്റ്റ് സ്റ്റാൻസിലെ ലൈൻ, ആദ്യത്തെ ലൈന് ബിഗിൻ ചെയ്യുന്നത്. Then 22nd, in this form belonging to the world as contrasted with the spiritual one is sublunary. Then 23rd, John Donne as a poet of dash age, അപ്പോൾ ഏജ് ഓഫ് ട്രാൻസിഷൻ. അപ്പം നേരത്തെ പറഞ്ഞ 17th century ആണ്, എലിസബത്തൻ പീരീഡാണ്. അതുപോലെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഏജ് ഓഫ് ട്രാൻസിഷൻ എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ജോൺ ഡൺ ഇസ് എ പോയറ്റ് ഓഫ് ഡാഷ് ഏജ് എന്ന് വെച്ചാൽ ട്രാൻസിഷൻ ഏജ് ആണ് കേട്ടോ. ആൻഡ് വെൻ വാസ് ദ പോം എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് പബ്ലിഷ്ഡ്? അത് റിട്ടൺ ഇൻ അപ്പം ഞാൻ പറഞ്ഞു ഇത് റിട്ടൺ ഇൻ 1611 ആണെങ്കിൽ ആൻഡ് പബ്ലിഷ് ഇൻ ദ ഇയർ 1633 ആണ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. The startling comparison associated with the metaphysical poets such as Donne is called, ലാസ്റ്റ് ഇതിൽ തന്നെ പറയേണ്ടത് കൺസീറ്റ്, മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതിൻ്റെ ആൻസർക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ വേണ്ടവരിത് എഴുതിയെടുക്കുക. ഇതിൽ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഇല്ല, ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ നല്ല കുറച്ചുകൂടി നമുക്ക് ഓർമ്മ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.